വിദ്യാർത്ഥികൾക്ക് നേരെ ജന്തർ മന്ദറിൽ നടത്തിയ അതിക്രമത്തെ ന്യായീകരിച്ച് ഡൽഹി പോലീസും AK-47 ഉപയോഗിച്ചതിനെ ന്യായീകരിച്ച് ബീഹാർ സർക്കാരും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. അമിതമായ ബലപ്രയോഗമോ ആയുധങ്ങളോ ഉപയോഗിച്ചിട്ടില്ല. മുഖം തിരിച്ചറിയാൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചത് രാജ്യ താൽപര്യത്തിന് വേണ്ടിയാണെന്നുമാണ് ഡൽഹി പോലീസിന്റെ വാദം. പോലീസ് AK-47 4 റൗണ്ട് വെടിയുതിർത്തത് ആൾക്കൂട്ടത്തിൽ നിന്ന് അകപ്പെട്ടതിനെ തുടർന്നാണെന്ന് ബീഹാർ സർക്കാരും സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചോ എന്നതിനെ സംബന്ധിച്ച് ഡൽഹി പോലീസിന്റെ സത്യവാങ്മൂലത്തിൽ പരാമർശമില്ല. അതേസമയം ഡൽഹി പോലീസിനെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ഇന്ന് രംഗത്തെത്തി. കോൺഗ്രസ് ഭരണകാലത്ത് ഇത്തരം പ്രതിഷേധം നടന്നാൽ പലരും കൊല്ലപ്പെട്ടേനെ എന്നും റിജിജു ആരോപിച്ചു. അതിക്രൂരമായ പോലീസ് നടപടികളെ ഇനിയും സർക്കാർ ന്യായീകരിക്കുന്നത് എന്തിനാണ്? കാണാം ആദ്യ എക്സ്ട്രാ. വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ ജന്തർ മന്ദറിലും ബീഹാറിലും ഉണ്ടായ പോലീസ് നടപടിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിലായിരുന്നു നടപടികളെ ന്യായീകരിച്ച് ഡൽഹി പോലീസും ബീഹാർ പോലീസും എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ജന്തർ മന്ദറിലെ സമരക്കാർക്കെതിരെ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നടപടി മാത്രമേ സ്വീകരിച്ചുള്ളൂ. ഉദ്യോഗസ്ഥർ പരമാവധി സംയമനം പാലിച്ചെന്നും സത്യവാങ്മൂലത്തിൽ ഡൽഹി പോലീസ് പറഞ്ഞു. പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറികടന്നതോടെയാണ് ബലപ്രയോഗത്തിലേക്ക് കടന്നത്. ആണിയുള്ള ലാത്തി ഉപയോഗിച്ചിട്ടില്ലെന്നും പ്രചരിക്കുന്ന വീഡിയോകൾ ഒറ്റപ്പെട്ടതാണെന്നും ഡൽഹി പോലീസിന്റെ ന്യായീകരണം. അതേസമയം ബീഹാറിലെ വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 ഉപയോഗിച്ചത് ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടപ്പോഴാണെന്നായിരുന്നു ബീഹാർ പോലീസിന്റെ വിശദീകരണം. 4 റൗണ്ട് വെടിയുതിർത്തത് ആകാശത്തേക്കാണ്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഒരു ASI തന്റെ 9mm പിസ്റ്റളിൽ നിന്ന് 2 റൗണ്ട് വെടിയുതിർത്തെന്നും സംസ്ഥാന പോലീസ് സുപ്രീം കോടതിയെ അറിയിച്ചു. RDX ട്രാപ്പ് ന്യൂസ് മലയാളം. നടപടിയിൽ ആർക്കും ഗുരുതരമായി പരുക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം. ഇത്തരത്തിലൊരു പ്രതിഷേധം കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിരുന്നെങ്കിൽ നിരവധി പേർ കൊല്ലപ്പെട്ടേനെ എന്നും ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് കിരൺ റിജിജു പറഞ്ഞത്. एक आदमी का मौत नहीं हुआ, एक आदमी का हड्डी नहीं टूटा, एक भी प्रोटेस्टर सीरियस इंजरी के साथ में अस्पताल में नहीं है. ये आंदोलन अगर कांग्रेस के ज़माने में होते और कई हुए हैं, हजारों लोग मारे गए, तो इसमें तो आप तारीफ करना चाहिए दिल्ली पुलिस को और प्रशासन को कि इतना बड़ा आंदोलन को एक भी मौत छोड़िए सीरियस इंजरी तक नहीं होने दिया. സീരിയസ് വെന്റിലേറ്ററിൽ ആയിരുന്നു ഒരു കുട്ടി, ഈ പരിക്കേറ്റ ഒരാൾ. മാത്രമല്ല ഒരാളുടെ കണ്ണുപോയി. അതാണ് സീരിയസ് ഇഞ്ചുറി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. മാത്രമല്ല ഈ സത്യവാങ്മൂലത്തെക്കുറിച്ചും വളരെ പെട്ടെന്ന് 20 സെക്കൻഡിൽ എന്താ പറയാനുള്ളത്? 20 സെക്കൻഡുള്ള കള്ളമാണല്ലോ ഇത്. ഇത് മുഴുവൻ ഇവിടെയുള്ള ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കണ്ടു കഴിഞ്ഞതാണ്. ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോട് വലിയ ബഹുമാനമുണ്ട്, നന്ദിയുണ്ട്. കാരണം അദ്ദേഹം ഈ പരിക്ക് പറ്റിയവരെല്ലാവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ അല്പമെങ്കിലും ആരോഗ്യം വീണ്ടെടുത്ത സ്ഥിതിക്ക് ശേഷം വന്ന സ്ഥിതിക്ക് അവരെയൊക്കെ മുന്നിൽ നിർത്തി അവരെയൊക്കെ കൊണ്ട് സംസാരിപ്പിക്കുകയായിരുന്നു. അത് മുഴുവൻ ഇവിടെയുള്ളവർ കേട്ടതാണ്. പിന്നെ അത് മാത്രമല്ല, ദൃശ്യങ്ങൾ 1,95,500 പോസ്റ്റുകളും മറ്റും നീക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ CJP സമരത്തിൻ്റെ കാലത്ത് ഒരുപാട് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കാണേണ്ടവരെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് അത് അവർ തന്നെ അവരുടെ ഏറ്റവും വലിയ ആയുധമായ അവരുടെ റീലുകളും എന്താണ് ഇന്ന് സംഭവിക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മുന്നിലുള്ളതാണ്. ഈ തരത്തിൽ സോഷ്യൽ മീഡിയ ഇത്ര ഫ്രൂട്ട്ഫുള്ളായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരു സമരകാലം പോലും ഇല്ല എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥിനികൾക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമം അടക്കം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ അതിക്രമം ഒക്കെ തൽക്കാലം പോലീസിന്റെ റിപ്പോർട്ട് ആയതുകൊണ്ട് മൗനമായിരിക്കുമല്ലോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം ഇവിടെ RDX അവസാനിക്കുകയാണ്. ഗുഡ് നൈറ്റ്.